വയനാട് അമരക്കുനിയിൽ വനം വകുപ്പിന്റെ കെണിയിൽ വീണ 8 വയസ്സുള്ള പെൺകടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിച്ചു. ഹാൻസ് ജോൺ ഉണ്ട് വിശദാംശങ്ങളുമായി. ഹാൻസ്, എപ്പോഴാണ് ഈ കടുവ കെണിയിൽ വീണത്? എന്താണ് മറ്റു വിവരങ്ങൾ? അതിര വയനാട് അമരക്കുനിയിൽ വളരെ 10 ദിവസത്തോളം ഭീതി പരത്തിയ കടുവയെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 10 ദിവസം ഇത് ഭീതി പടർത്തി. തുപ്ര മേഖലകളിലൊക്കെയായിരുന്നു ഇത് ഭീതി പടർത്തിയിരുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു 5ഓളം ആടുകളെ പിടിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അന്നേ ദിവസം ജനുവരി 17-ലാണ് കടുവയെ കൂട്ടിലാക്കുന്നത്, പിടിക്കാൻ കഴിയുന്നത് വനം വകുപ്പിന്. ഇതിനെ തുടർന്ന് ഈ കൂട്ടിലായതിനു ശേഷം കടുവയുടെ കരങ്ങളിൽ പരിക്ക് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സ വയനാട് നൽകിയെങ്കിലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശപ്രകാരം കടുവയെ ഇപ്പോൾ തിരുവനന്തപുരം കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് ഇപ്പോൾ വയനാട് നിന്നുള്ള സംഘം വലിയൊരു കൂട്ടിൽ കടുവയെ ഇങ്ങോട്ട് എത്തിച്ചത്. ഇതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ മൃഗശാല അധികൃതർ നൽകുന്ന വിവരം അനുസരിച്ച് കടുവയെ 21 ദിവസം ക്വാറന്റൈനിൽ സൂക്ഷിക്കും. ഇതിനോടൊപ്പം തന്നെ കടുവയുടെ ആരോഗ്യനില ചെക്ക് ചെയ്യും. അതിൽ കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ നൽകാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ നമ്മളുടെ സൂയുടെ ഡയറക്ടറായ മഞ്ജുള ചേരുന്നുണ്ട്. മാഡം, ഇപ്പോൾ കടുവയെ ഇവിടെ എത്തിച്ചേർത്തിരിക്കുകയാണ്. എങ്ങനെയാണ് കടുവയുടെ ഒരു സ്ഥിതി? ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ചികിത്സകളാണ് കടുവക്ക് നൽകാൻ പോകുന്നത്? കടുവയുടെ ഒരു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഞങ്ങൾക്ക് വിലയിരുത്തണമെങ്കിൽ ഇനിയുള്ള പരിശോധനകൾ വേണ്ടിവരും. അല്ലാതെ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അതിൻ്റെ വലത് കൈക്കുള്ള ഒരു മുറിവാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. കൂടാതെ കൂടുതൽ മുറിവുകളുണ്ടെങ്കിൽ അവയെല്ലാം നിരീക്ഷിച്ച് അവയെ ചികിത്സിച്ചതിന് ശേഷം മാത്രമേ പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുകയുള്ളൂ. 21 ദിവസം ക്വാറന്റൈനിലായിരിക്കും. 21 ദിവസം ക്വാറന്റൈനിലായിരിക്കും. നിലവിലെ സ്ഥിതി ഗുരുതരമല്ലല്ലോ? അല്ലല്ല, ഗുരുതരമായ ഒരു അവസ്ഥയില്ല. അതിനുശേഷമായിരിക്കും ഇനി കടുവയെ ഇവിടെ നിന്ന് പുറത്തേക്ക് കടത്തുന്നത്. അതെ. ഇത് തന്നെയാണ് അതിര. ഇപ്പോൾ നമ്മളുടെ കൂടെ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥനായ രാജീവുമുണ്ട്. അദ്ദേഹമാണ് വയനാട് നിന്നുള്ള സംഘത്തിന്റെ ഒപ്പം ഇവിടെ എത്തിച്ചേർന്നതും കടുവയെ ഇപ്പോൾ കൂട്ടിലാക്കാനുള്ള പ്രയത്നങ്ങളിലും മുഖ്യ പങ്കുവഹിച്ചത്. നമുക്ക് അദ്ദേഹത്തോടു കൂടി വിവരങ്ങൾ ചോദിക്കാം. സാർ, ഇപ്പം വയനാട്ടിൽ നിന്നാണ് താങ്കൾ സംഘമായിട്ട് വരുന്നത്. ഇപ്പം കടുവ എവിടെ എത്തിച്ചു? ഇനി മുന്നോട്ടുള്ള തീരുമാനങ്ങൾ കിട്ടും? ഇപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞത് ഈ കടുവയെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം സൂയിലെത്തിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി തുടർന്ന് എന്ത് സ്വീകരിക്കണം എന്നുള്ളത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ തീരുമാനത്തിന് ശേഷമേ ഉണ്ടാവും. 21 ദിവസം ക്വാറന്റൈൻ എന്നാണ് മൃഗശാല അധികൃതർ പറയുന്നത്. അതിനുശേഷമായിരിക്കും തീരുമാനങ്ങൾ. അതെ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ തീരുമാനത്തിന് ശേഷം എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മളുടെ ഡാറ്റാബേസിൽ പെട്ട കടുവയല്ല എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് മുന്നോട്ടുള്ളത്? WTI ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഈ കടുവ മറ്റ് സ്റ്റേറ്റുകളിലെയും ഐഡികളിലൊന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. ചിലപ്പോൾ ഐഡികളിലൊന്നും പെടാതെ ഉണ്ടായിരുന്ന കടുവയായിരിക്കാം. അത് പിന്നീടുള്ള തീരുമാനത്തിലായിരിക്കും എടുക്കുന്നത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നുള്ള അല്ല, ആ ഒരു തീരുമാനമൊന്നുമില്ല. അത് എവിടുത്തെ കടുവയാണെങ്കിലും നമ്മൾ പിടികൂടി ഇനിയിപ്പോൾ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ തീരുമാനത്തിന് ശേഷമേ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കും. അത് തന്നെയാണ് അതിര. ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി കടുവയെ മൃഗശാലയിൽ എത്തിച്ചിട്ടുണ്ട്. 21 ദിവസത്തോളം ക്വാറന്റൈനിൽ കഴിഞ്ഞ് പ്രാഥമിക ചികിത്സ നൽകും. ഇപ്പോൾ വനം വകുപ്പ് നൽകുന്ന വിവരമനുസരിച്ച് കേരളത്തിന്റെ ഡാറ്റാബേസിൽ ഉള്ളതല്ല ഈ കടുവ. അതിനോടൊപ്പം തന്നെ കർണാടകയുടെ ഡാറ്റാബേസിലും ഈ കടുവയുടെ വിവരങ്ങളില്ല എന്ന് തന്നെയാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രാഥമിക ചികിത്സ നൽകും. 8 വയസ്സുള്ള പെൺകടുവയാണ്. അതിനുശേഷമായിരിക്കും വനം വകുപ്പും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ആതിര. അമരക്കുനിയിൽ കെണിയിൽ വീണ കടുവയാണ് ഇപ്പോൾ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 8 വയസ്സുള്ള പെൺകടുവയാണ്. 21 ദിവസം നിരീക്ഷണത്തിൽ ക്വാറന്റൈനിൽ വയ്ക്കാനാണ് തീരുമാനം. വിദഗ്ധ ചികിത്സയടക്കം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ വനംവകുപ്പ് അതിനുശേഷം എടുക്കും എന്നുള്ളതാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഹാൻസ് ജോൺ തിരുവനന്തപുരത്തു നിന്ന്.